ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. MOU റൂട്ട് സംവിധാനം എന്ന് പറയും. അതിന് ധാരണാപത്ര രീതി എന്നും പറയും. വിദേശ കമ്പനിയുമായി ധാരണാപത്രം വെച്ച് കരാർ ഉറപ്പാക്കുന്ന രീതിയാണത്. ഇതിൻ്റെ പ്രധാന ഗുണം നവീകരണത്തിനുള്ള ചെലവ് വിദേശ രാജ്യത്ത് നിന്ന് വായ്പയായി ലഭിക്കും എന്നതാണ്. അതിവേഗത്തിൽ പദ്ധതി നടപ്പാവുകയും ചെയ്യും. ധാരണാപത്ര രീതിക്ക് 3 ഘട്ടങ്ങളുണ്ട്. കമ്പനിയെ കണ്ടെത്തൽ, വായ്പത്തുക നിശ്ചയിക്കൽ, വായ്പയുടെ സ്രോതസ് നിശ്ചയിക്കൽ എന്നിവയാണ് ആദ്യഘട്ടം. 2ാം ഘട്ടം കൺസൾട്ടൻസി കരാർ അവരുമായി ഉണ്ടാക്കുക എന്നതാണ്. കമ്പനിയുടെ സേവന വിശദാംശങ്ങൾ, കമ്പനി ലഭ്യമാക്കേണ്ട യന്ത്രോപകരണങ്ങളുടെ വിവരങ്ങൾ, അവയുടെ വില നിശ്ചയിക്കൽ എന്നിവ ഈ ഘട്ടത്തിലാണ്. 3ാം ഘട്ടം ഇതുപ്രകാരമുള്ള ഓർഡർ നൽകലാണ്. സാങ്കേതികമായി സപ്ലൈ കരാർ എന്ന് പറയുമെങ്കിലും കൃത്യമായി നോക്കിയാൽ 2ാം ഘട്ടത്തിലേതിൻ്റെ സ്വാഭാവിക അനുബന്ധം മാത്രമാണിത്. അതുകൊണ്ട് അഡൻഡം അഥവാ അനുബന്ധം എന്ന് പറയും ഇതിന്. ഈ 3ാം ഘട്ടത്തിൽ മാത്രമേ LDF ഗവൺമെൻറ് ഉണ്ടായിരുന്നുള്ളൂ. ഗ്ലോബൽ ടെൻഡർ വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചതും MOU റൂട്ട് സമ്പ്രദായം മതി എന്ന് നിശ്ചയിച്ചതും UDF ഭരണത്തിലാണ്. കുറ്റ്യാടി എക്സ്റ്റൻഷൻ പദ്ധതി നടപ്പാക്കിയത് ലാവ്ലിനുമായി UDF ഗവൺമെൻറ് ഈ 3 കരാറും ഉണ്ടാക്കിക്കൊണ്ടാണ്. പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം പദ്ധതിയുടെ കാര്യത്തിലും അതേ മാതൃക, അതേ രീതി ആണ് അനുവർത്തിക്കപ്പെട്ടത്. ഗ്ലോബൽ ടെൻഡർ ഒഴിവായതിന് ആരെയെങ്കിലും കുറ്റപ്പെടുത്തണമെങ്കിൽ അത് UDF ഗവൺമെൻറ്റിനെയാണ്. എന്നാൽ CBI UDFനെ വിട്ട് LDFനെ പഴിചാരിയിരിക്കുന്നു. MOU റൂട്ട് സമ്പ്രദായം നിർത്തലാക്കി ആഗോള ടെൻഡർ സമ്പ്രദായം നടപ്പാക്കുകയാണ് LDF ഗവൺമെൻറ് പിന്നീട് ചെയ്തത് എന്നതാണ് സത്യം. 1996-2001 ഘട്ടത്തിലെ LDF സർക്കാർ ഒറ്റ വൈദ്യുത പദ്ധതി പോലും ആഗോള ടെൻഡർ വിളിക്കാതെ കരാറാക്കിയിട്ടില്ല. കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷൻ പദ്ധതി MOU റൂട്ട് സമ്പ്രദായത്തിലൂടെ വേണമെന്ന് ലാവ്ലിൻ കമ്പനി ആവർത്തിച്ച് നിർബന്ധിച്ചിട്ട് പോലും അത് ചെയ്യാതെ പൊതുമേഖലാ സ്ഥാപനമായ ഭെല്ലിന് നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം പദ്ധതിയുടെ കാര്യത്തിൽ CBI റിപ്പോർട്ട് പറയുന്നത് ഭെല്ലിൻ്റെ ഓഫർ തള്ളിക്കളഞ്ഞ് ലാവ്ലിന് കരാർ കൊടുത്തത് തെറ്റായിപ്പോയി എന്നാണ്. ഇതിൻ്റെ യഥാർത്ഥ നില എന്താണ്? അത് വൈദ്യുതി മന്ത്രിയായി പിൽക്കാലത്ത് വന്ന കടവൂർ ശിവദാസൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ ഒരു മറുപടിയിലുണ്ട്. ഭെല്ലിൽ നിന്ന് ഇത്തരമൊരു ഓഫർ ലഭിച്ചിരുന്നതേ ഇല്ല എന്നതാണത്. ഇനി ഭെല്ലിൻ്റെ ഓഫർ തള്ളി എന്ന് തന്നെ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് കരാർ ഒപ്പുവെച്ച G കാർത്തികേയനെയല്ല, കരാറിൻ്റെ 2 പ്രധാന ഘട്ടങ്ങളും കഴിഞ്ഞ ശേഷം മാത്രം മന്ത്രിയായ പിണറായി വിജയനെയാണ് എന്ന് വരുമോ? CBIയുടേത് എന്തുതരം യുക്തിയാണ്? ഭെല്ലിൻ്റെ ഓഫർ ഒരിക്കൽ തള്ളിയിട്ടുണ്ട്. അത് ഈ പദ്ധതിയിലല്ല, കുറ്റ്യാടി പദ്ധതിയിലാണ്. അത് ചെയ്തതാകട്ടെ LDF ഗവൺമെൻറ് അല്ല, UDF ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെയാണ് പദ്ധതി നടപ്പാക്കിയത് എന്നതാണ് CBI ചൂണ്ടിക്കാട്ടുന്ന 4ാമത്തെ കുറ്റം. 100 കോടി രൂപയ്ക്ക് മുകളിലുള്ള കരാറുകൾക്ക് കേന്ദ്ര അതോറിറ്റിയുടെ അംഗീകാരം വേണം എന്ന് വ്യവസ്ഥയുണ്ട് എന്നാണ് CBI പറയുന്നത്. ഇവിടെ 254 കോടി രൂപയുടേതാണ് കരാർ. ഇത് നിയമലംഘനമാണ് എന്നാണ് CBI കണ്ടെത്തുന്നത്. ഇവിടെ CBIക്ക് കാണാൻ കഴിയാതെ പോയത് പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം എന്നത് ഒറ്റ പദ്ധതിയല്ല എന്ന കാര്യമാണ്. 3 പദ്ധതികളാണ്. 3നും വെവ്വേറെ കൺസൾട്ടൻസി കരാറുമാണ്. അതിൽ ഒരു കരാറും 100 കോടിക്ക് മേലെ ഉള്ളതാവുന്നുമില്ല. അതുകൊണ്ട് തന്നെ വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടാവുന്നുമില്ല. ഇനി LDFൻ്റെ കാലത്തെ അനുബന്ധ കരാറിനെ കുറിച്ചാണ് CBI ഉദ്ദേശിക്കുന്നത് എങ്കിൽ CBI അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അനുബന്ധ കരാർ ഒപ്പിടുന്ന ഘട്ടമായപ്പോഴേക്ക് 500 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് മാത്രമേ കേന്ദ്രാനുമതി ആവശ്യമുള്ളൂ എന്ന ഉത്തരവ് കേന്ദ്രം ഇറക്കി കഴിഞ്ഞിരുന്നു. CBI തങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരവ് മാത്രമേ ഉത്തരവായി കണക്കാക്കൂ എന്നുണ്ടോ? നവീകരണ പ്രവർത്തനങ്ങൾ ഫലവത്തായില്ല എന്നും അതുകൊണ്ട് സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നുമാണ് CBI 5ാമത്തെ കുറ്റമായി പറയുന്നത്. നവീകരണത്തിന് മുമ്പ് ഈ പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം 355 മില്യൺ യൂണിറ്റ് ആയിരുന്നത് നവീകരണത്തിന് ശേഷം 589 മില്യൺ യൂണിറ്റായി ഉയർന്നു. നവീകരണ പ്രവർത്തനത്തിന് ചെലവഴിച്ചത് 254 കോടിയാണെങ്കിൽ നവീകരണത്തിലൂടെ ലഭിച്ച വൈദ്യുതി വിൽപ്പനയിലൂടെ തന്നെ 1100 കോടി രൂപ ബോർഡിന് ഇതുവരെയായി കിട്ടിയിരിക്കുന്നു. ഈ കണക്കുകൾക്ക് മുമ്പിൽ ആ വാദവും പൊളിയുന്നു. നവീകരണത്തിന് ശേഷം ഉൽപ്പാദനം കൂടിയെന്നും അതിലൂടെ ബോർഡിൻ്റെ വരവ് ഗണ്യമായി വർദ്ധിച്ചു എന്നുമാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. പല കാര്യങ്ങളും മന്ത്രിസഭയിൽ നിന്ന് മറച്ചുവെച്ചു എന്നാണ് CBI കണ്ടെത്തിയിട്ടുള്ള 6ാമത്തെ കുറ്റം.
മന്ത്രിസഭയിൽ നിന്ന് മറച്ചുവെച്ചോ ഇല്ലയോ എന്ന് CBI DYSPക്ക് അറിയാൻ കഴിയില്ല. മറച്ചുവെച്ചുവെങ്കിൽ അത് പറയേണ്ടത് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലുമാണ്. ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാളും അങ്ങനെ പറയുന്നില്ല. മന്ത്രിസഭയ്ക്കില്ലാത്ത പരാതി CBI DYSPക്ക് എങ്ങനെ ഉണ്ടാകുന്നു? ക്യാബിനറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് കേവല ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ CBI ഇങ്ങനെ പറയുമായിരുന്നില്ല. മന്ത്രിസഭ അംഗീകാരം നൽകി എന്നതിനർത്ഥം ആവശ്യമായ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ആ മന്ത്രിസഭയിലുള്ളവരെല്ലാം അത് അംഗീകരിച്ചു എന്നാണ്. ആവശ്യമായ രേഖകൾ പരിശോധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതല്ല എന്ന് പറയാൻ CBI ആരാണ്? മന്ത്രിസഭാ യോഗത്തിൽ ക്യാബിനറ്റ് നോട്ടിന് പുറമെ ബന്ധപ്പെട്ട ഫയലുകളെല്ലാം അടുക്കി വെച്ചിരിക്കും. ഏതെങ്കിലും മന്ത്രിക്ക് സംശയം വല്ലതുമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫയൽ പരിശോധിച്ച് സംശയ നിവൃത്തി വരുത്താവുന്നതാണ്. സംശയം നീങ്ങുന്നില്ലെങ്കിൽ എതിർക്കാവുന്നതാണ്. കൂടുതൽ വിവരം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആരും ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആർക്കും സംശയമുണ്ടായിട്ടില്ല എന്നാണ്. ക്യാബിനറ്റ് അത് പാസാക്കി എന്നാണ്. ഇതാണ് നടപടിക്രമം എന്നിരിക്കെ ക്യാബിനറ്റ് അംഗീകാരം നൽകിക്കഴിഞ്ഞ ഒരു കാര്യത്തിൽ ചില വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന് CBI പറയുന്നുവെങ്കിൽ അത് അസംബന്ധമാണ്. ക്യാബിനറ്റ് ഏത് രേഖ കാണണമെന്നും ക്യാബിനറ്റിന് എന്ത് സംശയമുണ്ടാവണമെന്നും ഒക്കെ കൽപ്പിക്കാൻ പോലീസ് സംഘടനയായ CBIക്ക് ജനാധിപത്യത്തിൽ കാര്യമേതുമില്ല. എല്ലാ വിവരവും ക്യാബിനറ്റ് നോട്ടിൽ ഉണ്ടാവുകയുമില്ല. അതിനാണ് ബന്ധപ്പെട്ട ഫയലുകൾ ക്യാബിനറ്റ് റൂമിൽ തന്നെ മന്ത്രിസഭായോഗം നടക്കുമ്പോൾ അടുക്കി വയ്ക്കുന്നത്. കേന്ദ്രം MOU റൂട്ട് ഉപേക്ഷിച്ച ശേഷം അപ്രകാരമുള്ള പദ്ധതിയുമായി മുമ്പോട്ട് പോയി എന്നതാണ് CBI കണ്ടെത്തിയ 7ാമത്തെ കുറ്റം. ഒരു കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കുന്നത് കരാറിലെ വ്യവസ്ഥകളാണ്. ഈ നിയമത്തിൻ്റെ ബാലപാഠം CBI അറിഞ്ഞ മട്ടില്ല. കേന്ദ്രം MOU റൂട്ട് ഉപേക്ഷിച്ചാൽ പോലും അതുപ്രകാരം ഒപ്പുവെച്ച് കഴിഞ്ഞ കരാറിലെ വ്യവസ്ഥകൾ അസാധുവാകുന്നില്ല. MOU റൂട്ട് പിൻവലിക്കപ്പെട്ടു എന്നതുകൊണ്ട് അതുപ്രകാരം